നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധത്തിലിരിക്കുന്ന തേർഡ് പാർട്ടിക്ക് ഈ ബന്ധം ഉണ്ടായതിൽ കുറ്റബോധമുണ്ടോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ ഫ്രണ്ടാണ് അവരുടെ ഭർത്താവുമായിട്ടൊരു ബന്ധം വച്ചത്. അപ്പോ ഇവര് പറയുന്ന ഫ്രണ്ട് ആയിരിക്കില്ല ബന്ധം തുടങ്ങിയതെന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് അതിനനുസരിച്ചൊരു റീഡിംഗ് വേണം. പേഴ്സണൽ ആയിട്ട് റീഡിംഗ് എടുക്കാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞപ്പോ ജനറൽ റീഡിംഗ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ജനറൽ റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിക്ക് ഈ ബന്ധം ഉണ്ടായതിൽ കുറ്റബോധമുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്. റീഡിംഗ് ആവശ്യപ്പെട്ട ആൾക്ക് എത്രത്തോളം ഇത് റെസനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. റീഡിംഗ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനേ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കാർഡുകൾ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട്. ഭഗവാനേ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. 2 കാർഡുകളാണ് വീണിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് വീണത് പറഞ്ഞത് മൗണ്ടൻ, നിങ്ങള് പർവ്വതങ്ങളെ പോലെ ദൃഢനിശ്ചയമുള്ളവരും മനസ്സിന് ഭയങ്കര ശക്തിയുള്ളവരുമായിട്ട് മാറണമെന്ന് പറയുന്നുണ്ട്. കാരണം ജീവിതത്തിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഓൾറെഡി ഉണ്ട്, ഇനിയും വരുമെന്നാണ് പറയുന്നത്. അപ്പോ പ്രശ്നങ്ങൾ വരുമ്പോ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാതെ അതിനെ പ്രതിരോധിക്കാനുള്ള, കാരണം നമ്മൾക്ക് എല്ലാവർക്കും ജീവിക്കണം അല്ലെ? അപ്പൊ നമ്മൾ ഓരോ പ്രശ്നം വരുമ്പോഴും ഒളിച്ചോടാനും എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ജീവിക്കണം, സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനോധൈര്യം വിട്ട് കളയരുത്. മനോധൈര്യം കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. 2ാമത്തെ കാർഡ് പറയുന്നത് ചെയ്ത തെറ്റുകളെല്ലാം അംഗീകരിക്കണം. സ്വയം നമ്മൾ തന്നെ അംഗീകരിക്കണം. ഓക്കെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നെ അത് ബോധ്യപ്പെടണം. നമ്മൾ അംഗീകരിക്കണം. കുറ്റബോധം കൊണ്ട് മാത്രം കാര്യമില്ല, അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 കാർഡുകളാണ് ഇവിടെ വന്നത്. ഇനി നമ്മൾ ടാരോ റീഡിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോ ആദ്യത്തെ കാർഡ് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി എങ്ങനെയുള്ള എനർജിയിലുള്ള ആളാണ്. തേർഡ് പാർട്ടിയുടെ ജനറൽ എനർജി എങ്ങനത്തെയാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ജനറൽ ആയിട്ടുള്ള എനർജി എങ്ങനെയാണ്? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇവര് നല്ല പൈസയുള്ള ഒരു ഫാമിലിയിലായിരുന്നു. പിന്നീട് അവർക്ക് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരൊരു അത്താണി വേണം, ആരെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം നിങ്ങളുടെ വ്യക്തി ചെന്ന് കയറിയത്. അവിടെ 2-3 കാർഡ് കണ്ടു. അപ്പൊ അതിനനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. നോക്കാം. ചിലരുടെ ഫ്രണ്ട്സ് തന്നെ തേർഡ് പാർട്ടി ആയിട്ട് മാറാറുണ്ട്, ചില ആണുങ്ങളും പെണ്ണുങ്ങളും, പല സാഹചര്യങ്ങൾ കൊണ്ടിട്ട്. അപ്പൊ നമുക്ക് ഈ തേർഡ് പാർട്ടിയുടെ കാര്യം ഒന്ന് നോക്കാം. ഇവരുടെ എനർജി എങ്ങനെയുള്ളതാണ്? ഇവര് വളരെ സ്നേഹമുള്ള എനർജിയാണ്, വിശ്വസിക്കാൻ പറ്റുന്ന എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് അവരുടെ ബന്ധങ്ങള് നശിച്ചു പോകാതിരിക്കാനും എന്നുവെച്ചാല് അവരുടെ റിലേഷൻഷിപ്പിനെയൊക്കെ അവര് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് നോക്കുക. ഒരു തെറ്റും പറ്റാതെ, ഒരു കോട്ടവും പറ്റാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും അവരോട് ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ച് പുലർത്താനും ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ ലവേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ ആത്മാർത്ഥതയുള്ള ഒരു എനർജിയാണ്. ആ ആത്മാർത്ഥത കൊണ്ടുവരാനും ഒരു റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും അവര് കഠിനമായി അധ്വാനിക്കാറുണ്ട്. അപ്പൊ വളരെ സൂക്ഷ്മതയോടെ പെരുമാറുന്ന, സൂക്ഷ്മതയോടെ സംസാരിക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്. ഇവിടെ ജെമിനി സോഡിയാക് സൈൻ ആണ്. അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു
സ്വഭാവമുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വന്നിട്ട് ഒരു ബന്ധം മുറിഞ്ഞു പോകരുത് എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളും അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ വരുന്ന ആളുകളുമായിട്ടുമെല്ലാം അങ്ങനെ ഒരു എനർജി വെക്കുന്ന ഒരാളാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ അവരൊരാളുമായിട്ട് സ്നേഹമായാല് അവരോടും ആ സ്നേഹിക്കുന്ന ആളോടും അവർ ഇതേപോലെ തന്നെ പെരുമാറുന്ന ഒരു എനർജിയാണ്. അപ്പോ ചിലപ്പോ കുറച്ച് പ്രശ്നമാവാൻ വഴിയുണ്ട്. നോക്കാം നമുക്ക്. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ഇവര് ഇങ്ങനെയാണ്. ഈ കാർഡാണ് ആദ്യം വന്നത്. ഇവര് വളരെ സീക്രട്ടീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. സീക്രട്ട് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പോ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഈ തേർഡ് പാർട്ടി ബന്ധത്തിലാണെങ്കിൽ, ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു സുഹൃത്താണെങ്കിൽ അവര് മാക്സിമം ഇത് മനസ്സിൽ ഒളിച്ചു വെക്കാനാണ് ശ്രമിച്ചത്. നിങ്ങളുടെ വ്യക്തി ഇവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇവരും നിങ്ങളുടെ വ്യക്തിയും ചില സമയത്ത് നമുക്ക് തോന്നാറില്ലേ, നമ്മുടെ ഭർത്താക്കന്മാരോടോ ഭാര്യമാരോടോ ഗേൾഫ്രണ്ടിനോടോ ബോയ്ഫ്രണ്ടോ അവരാണ് ശരിക്കും നിങ്ങൾക്ക് ചേരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവമാണ് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. നമ്മളുടെ ഫ്രണ്ടിനെയും നമ്മളുടെ ഭർത്താവിനെയും ഒന്നിച്ച് നമ്മൾ, അല്ലെങ്കിൽ ഭാര്യയും ഫ്രണ്ടിനെയും വെച്ച് നിനക്ക് ചേരുന്നത് അവനായിരുന്നു, എന്നെ കല്യാണം കഴിച്ചത് അബദ്ധമായി പോയില്ലേ എന്നൊക്കെ നമ്മൾ തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയി എടുത്ത ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നിങ്ങളെ നന്നായിട്ട് നോക്കുന്ന ആളാണ്. തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലുള്ള ആള്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിംഗിൾ ആണ്, ഡിവോഴ്സ്ഡ് ആണ്, സെപ്പറേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ ഭാര്യയായിട്ടോ ജീവിക്കുന്ന ഒരാളാണെങ്കിലും അവരുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല, അവരുടെ കൂടെയുള്ള ആൾ ഇവരെ നന്നായിട്ട് നോക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ ഇവർക്ക് പതുക്കെ ഒരു അസൂയ വരികയും നിങ്ങളോട് ഭയങ്കരമായ, അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ ഭർത്താവിന്റെ ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങളെ പൊക്കി എപ്പോഴും ഇവര് പറയാറുണ്ട്. ഭർത്താവ് ഭാര്യയെ കുറിച്ച് തേർഡ് പാർട്ടിയോട് പറയുന്നു, ഭാര്യ ഭർത്താവിനെ കുറിച്ച് തേർഡ് പാർട്ടിയോട് പറയുന്നു. അപ്പൊ ഇത് കേട്ടിട്ടുള്ള ഒരു അസൂയയും കേട്ടിട്ടുള്ള ഒരു ആരാധനയും എല്ലാമാണ് ഇവര് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന കാര്യമാണ്. കുറെ നാൾ ഇവര് ഒളിപ്പിച്ചു വെച്ചു. പിന്നെ മനുഷ്യനല്ലേ, അപ്പോ ഇടയ്ക്ക് എപ്പോഴോ ഇത് നിങ്ങളുടെ വ്യക്തിയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കരമായ സങ്കടത്തിന്റെ സമയത്ത് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ തേർഡ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞു, ഭയങ്കര കഷ്ടമാണ് അവരുടെ കാര്യം. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ദയ ജനിക്കുകയും അത് പിന്നീട് ഒരു ബന്ധത്തിലേക്ക് പോകുകയും ചെയ്തതാവാനാണ്, ഒരു സിമ്പതിയിൽ നിന്ന് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയ പോലെയാണ് കാണിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്, നേരത്തെ തുടങ്ങിയ ഇഷ്ടമായിരുന്നു. പക്ഷെ നിങ്ങളുടെ വ്യക്തി ആയതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കുകയോ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുകയോ ചെയ്തതാണ്. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ ഇവർ തമ്മില് അടുക്കാനായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. ഇവിടെ ലവേഴ്സിനെ കാണിക്കുന്നുണ്ട്, 2 of Cups കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷനോ ട്വിൻ ഫ്ലെയിം കണക്ഷനോ ഒക്കെ ആണെന്ന് തേർഡ് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും, വ്യക്തിയെയും പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ. നിങ്ങളുടെ വ്യക്തി ഇവർക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. നിങ്ങളുമായിട്ട് ബന്ധത്തിൽ വരുമ്പോഴേ നിങ്ങളുടെ വ്യക്തിയെ ഇവർക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് മാത്രമാണ് ഇവരൊരു ആക്ഷൻ എടുക്കാതിരുന്നത്. പക്ഷെ പിന്നീട് അതിനൊരു സാഹചര്യം വന്നപ്പോ അവര് വേണ്ടാന്ന് വെച്ചില്ല. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തേർഡ് പാർട്ടി ബന്ധമുണ്ടാക്കാനുള്ള കാരണം എന്താണ്? മൂന്ന് കാർഡുകളാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ വ്യക്തിക്ക് 2 വ്യക്തിത്വമുണ്ട്. എന്ന് വെച്ചാല് കാര്യങ്ങൾക്കെല്ലാം സ്ട്രോങ് ആയ, വളരെ ശാഠ്യമുള്ള, വളരെ ഇമ്പൾസീവ് ആയ, എന്നാൽ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായ ഒരു സൈഡ് ഉണ്ട്. അതേസമയം തന്നെ നിങ്ങളുടെ വ്യക്തി ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ്. നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നവരെ എല്ലാം നന്നായിട്ട് നോക്കുന്ന, അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ റെസ്പോൺസിബിൾ ആയിട്ട് നോക്കുന്ന, അവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. 2 സ്വഭാവമുണ്ട്. ഒരു ഇമോഷണൽ സൈഡുമുണ്ട്, വളരെ പ്രാക്ടിക്കലായ ഒരു സൈഡുമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. അപ്പൊ ഈ 2 സ്വഭാവവും നിങ്ങളുടെ
നിങ്ങളുടെ വ്യക്തിയുടെ ഈ രണ്ട് സ്വഭാവവും നിങ്ങളുടെ ഫ്രണ്ടായ ഈ തേർഡ് പാർട്ടിക്ക് ഇഷ്ടമാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരാളെ ആയിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ വിവാഹം കഴിച്ചത്. പിന്നീട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് പരിചയപ്പെടാനിടയായപ്പോ ഇതെല്ലാം ഇവർക്ക് അട്രാക്ഷൻ ആയിട്ട് തോന്നുകയും ഒരു യാത്രയിൽ ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു യാത്ര പോവുകയോ അല്ലെങ്കിൽ ഇവർ യാത്രക്കിടയിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടാനോ അത് പ്ലാൻ ചെയ്ത് പോയതല്ല, എങ്ങനെയോ അവർ കണ്ടുമുട്ടി. ചിലപ്പോൾ ഇവർ രണ്ടുപേരും പുറം അന്യദേശത്ത് ജോലി ചെയ്യുന്ന രണ്ടുപേരായിരിക്കാം, അങ്ങനെ ആയിരിക്കാം ഇവർ കൂട്ടുമുട്ടിയത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ സഹായം വേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഈ ബന്ധം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പോ നിങ്ങൾ ഇത് അറിയരുത് എന്ന് ഇവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞു എന്നാണ് ആ കാര്യം അവർക്ക് അറിയുമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഈ ബന്ധം സ്ഥാപിച്ചെടുത്തതിന് കുറ്റബോധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിക്ക് ഈ ഒരു ബന്ധം ഉണ്ടായതിന് കുറ്റബോധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവർക്ക് കുറ്റബോധമില്ല. ഇവര് ഈ ഒരു ബന്ധം അവസാനിപ്പിച്ചു എന്നാണ്. ഡെത്ത് കാർഡാണ്. ഈ ബന്ധം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലും അത് കുറച്ചു കാലവും കണ്ടിന്യൂ ചെയ്തെങ്കിലും ഈ ബന്ധം ഇവര് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഡെത്ത് കാർഡാണ്. ഈ ബന്ധം തേർഡ് പാർട്ടി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ എന്തായാലും നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ബന്ധമില്ല. അപ്പൊ ഇവിടെ ഒരു കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്നാണ്. കാരണം എന്താണ്? ഇവര് തമ്മിൽ ഇപ്പൊ ബന്ധമൊന്നുമില്ല. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്, ജെമിനി ഉണ്ട്, ടോറസ് ലിയോ അക്വേറിയസ് സ്കോർപിയോ ഉണ്ട് സ്ട്രോങ് ആയിട്ട്. അപ്പൊ ഇവര് പറയുന്നത് എനിക്കിപ്പോ കുറ്റബോധമില്ല, കാരണം ഞാൻ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചു. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇപ്പൊ ഇവർക്ക് ഒരു ബന്ധവുമില്ല. അപ്പൊ ഒരിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, ഇവര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ചിലപ്പോ ഇത് അവിടെ ഫോറിനിൽ യാത്ര ചെയ്തപ്പോൾ ചെന്ന് പരിചയപ്പെട്ട അല്ലെങ്കിൽ കണ്ടുമുട്ടിയപ്പോ ഇവര് തമ്മിൽ കോഫി ഷോപ്പിൽ പോവുകയോ അല്ലെങ്കിൽ വേറൊരു തരം റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷം രണ്ടുപേരും വേറൊരു കണക്ഷനും ഇല്ല തമ്മിലെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവര് തമ്മിൽ ഇപ്പൊ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഇതിനെ കുറിച്ച് ചിന്തിക്കാറുമില്ല. തേർഡ് പാർട്ടിക്ക് ഇതിനെ കുറിച്ച് കുറ്റബോധവുമില്ല. ഇപ്പൊ കുറ്റബോധത്തിന്റെ കാര്യമില്ല, കാരണം ഇവര് തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? ഇത് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. ഭഗവാനെ, ഇവർക്കുള്ള അഡ്വൈസ് എന്താണ്? ഈ ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ ഇപ്പൊ ഇതൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ തീരുമാനിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ ബന്ധങ്ങളാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്, അതല്ല നിങ്ങളുടെ ഒരു അസൂയയോ ആ ഒരു ഇതാണ്. ഇപ്പൊ കാരണം ഓരോരുത്തരും ഓരോ കുഴിയിൽ ചാടാറുണ്ട്, എല്ലാവരും തെറ്റ് ചെയ്യാറുണ്ട് അല്ലെ? നിങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിന് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ തെറ്റ് ചെയ്യുന്നവരോ അവർക്ക് കുറ്റബോധം വരുമ്പോഴും അവർ ആ തെറ്റിൽ നിന്ന് ഒഴിവായി മാറുമ്പോഴും തെറ്റ് മനസ്സിലാക്കി പിന്നെ അത് ആവർത്തിക്കാതിരിക്കുമ്പോഴും അവരോട് ക്ഷമിക്കേണ്ടതാണ്. അതാണ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോ അതുപോലെ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തീരുമാനമെടുക്കുക, ഏതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ സ്നേഹമയിയായ ഭാര്യയോ ഭർത്താവോ ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ നിങ്ങളുടെ ഫ്രണ്ടിന്റെ നല്ലൊരു ഫ്രണ്ടാണിത്. നിങ്ങൾക്ക് കാരണം അവര് എല്ലാ റിലേഷൻഷിപ്പിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരാളെയും വേദനിപ്പിക്കാൻ നോക്കാത്തതാണ്. ഇതൊരു പ്രകൃതിയുടെ ചിലപ്പോൾ ഇവർ തമ്മിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം, നിങ്ങളുടെ വ്യക്തിയും ഈ തേർഡ് പാർട്ടിയും. അത് അങ്ങനെ വന്നു ചേരണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോ ഇവർക്ക് തെറ്റുകൾ മനസ്സിലാക്കി അവര് മാറിക്കളഞ്ഞു. രണ്ടുപേരും ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ ഇത് മറക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ബന്ധങ്ങളാണോ അതോ നിങ്ങളുടെ വാശിയാണോ, ഉള്ളിലുള്ള അസൂയയാണോ, ഈ വേദനയാണോ? മനസ്സിലായോ? തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പറ്റിച്ചു എന്നൊരു ബോധം നമുക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും. നമ്മൾ വിശ്വസിക്കുന്ന ഒരാള് നമ്മളെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും. പക്ഷെ ആ വ്യക്തി ആ തെറ്റ് മനസ്സിലാക്കി അത് വേണ്ടാന്ന് വെച്ചു, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അവർ തമ്മില് എന്ന് മനസ്സിലാക്കുന്നത് വേറൊരു തലമാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ കുറിച്ചൊരു തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് പറയുന്ന നിങ്ങളോട് കോഓപ്പറേറ്റ് ചെയ്ത് പോകണം എന്നാണ്. ഇത് ടീമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലിരിക്കുള്ള ഒരാളുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ ആരുമായിക്കോട്ടെ, ആ ബന്ധം അതുപോലെ തന്നെ
ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ടീമാണിത്. മനസ്സിലായോ? ഒരു ടീമാണ്. അപ്പൊ ഈ ടീമായിട്ട് തന്നെ പോകണമെന്നാണോ, അതാണോ കൂടുതൽ ഇമ്പോർട്ടന്റ്? അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ചിന്തകളാണോ കൂടുതൽ ഇമ്പോർട്ടന്റ്? റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണോ വേണമെന്ന് വെക്കണോ എന്നത് നിങ്ങൾ തീരുമാനിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. റിലേഷൻഷിപ്പിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ? പണ്ടൊരു പ്രശ്നം ഉണ്ടായി. ചിലപ്പോൾ ഇത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയേണ്ടാത്ത ഒരു ബന്ധമായിരുന്നിരിക്കാം ഇത്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങൾക്ക് വിട്ടുതരികയാണ്, നിങ്ങൾ തീരുമാനിക്കുക ഈ ബന്ധം എങ്ങനെ. ഇതിപ്പോ ഒന്നുമില്ല ഇവർ തമ്മിൽ. അപ്പോ തെറ്റുകൾ എല്ലാവരിലും വരും. നിങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ കൊണ്ടും തെറ്റ് മീൻസ് ചില സമയത്ത് എന്ത് പറ്റുന്നറിയോ, നമ്മളുടെ ഫ്രണ്ടിന്റെ ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഭർത്താവുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നില്ല ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെന്ന്. ആ വ്യക്തി നിങ്ങളെ ഒന്ന് നല്ല സാരിയാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയും, വളരെ സന്തോഷത്തോടെ താങ്ക് യു. പക്ഷെ അപ്പൊ നമ്മളുടെ ഉള്ളിൽ വരുന്നില്ല, ഓ എന്റെ ഫ്രണ്ടിന്റെ ഭർത്താവാണ് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ ഭാര്യയാണ് എന്നൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരുന്നില്ല. നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തിൽ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതും ഒരു തരത്തിലെ തെറ്റാണ് അല്ലെ? അപ്പൊ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ തെറ്റുകൾ ചിലപ്പോൾ മറ്റുള്ളവരെ കാണാറില്ല. ചിലർ ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ളവരെ കാണാൻ ഇടവരും, അത് പ്രശ്നത്തിലേക്ക് പോകും. പക്ഷെ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കില്ലെങ്കിൽ നമ്മളത് വേണ്ട, കുഴപ്പമില്ല, പൊക്കോട്ടെ എന്നല്ലേ വെക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരിക്കൽ ഒരു സ്ത്രീയെ അവര് ട്രാഫിക് ലൈറ്റ് ആയിട്ട്, മീൻസ് റെഡ് ലൈറ്റ് സിഗ്നല് റെഡ് വീണിട്ട് കാർ ഓടിച്ചു പോയി. അവർക്ക് തിരക്കുണ്ടായിരുന്നു, അവര് പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കേസായി. അത് ഇവിടെ അല്ല, പുറത്താണ്. അപ്പൊ കേസായപ്പോ അവര് കോടതിയിൽ വരേണ്ടി വന്നു. കോടതിയിൽ വന്നപ്പോ അപ്പൊ ജഡ്ജി ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യണം, പെനൽറ്റി അടയ്ക്കാൻ പോകുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ചപ്പോ അവരെന്താ പറഞ്ഞറിയോ, പല പ്രാവശ്യം ഞാൻ റെഡ് ലൈറ്റ് സിഗ്നൽ വീണിട്ട് ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഞാൻ പിടിക്കപ്പെട്ടില്ല. അപ്പോ ഇപ്പോഴാണ് പിടിക്കപ്പെട്ടത്. അപ്പോ പല പ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്തത്, ഈ ഒരു പ്രാവശ്യം പിടിക്കപ്പെട്ടത്, അത് പോയില്ല, അത് പോട്ടെ, കുഴപ്പമില്ല, എന്തെങ്കിലും അത് പിടിക്കപ്പെടേണ്ടതായിരുന്നു. അങ്ങനത്തെ ഒരു മൈൻഡ് നമ്മൾ വെക്കണം. നമ്മൾ കുറെ തെറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു തെറ്റിൽ നമ്മൾ പിടിക്കപ്പെടുമ്പോൾ വെറുതെ ഒച്ചയും ബഹളം ഇല്ലാതെ വളരെ യുക്തിപൂർവം അതിൽ നിന്ന് ഒഴിവായി പോരണം. മനസ്സിലായോ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതോടെ ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് വലിയ സങ്കടം തോന്നുന്നില്ല. റീഡിങ് നല്ലൊരു റീഡിങ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോ ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യവും സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ, സേഫ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.